ആ ചെറുക്കന്റെ പേരെന്താ? He is Deloitte Divakar. എന്ത് ഡെക്കോയിറ്റ് ദിവാകരോ? ഒന്ന് എലോബറേറ്റ് ചെയ്ത് പറടാ. Okay. Deloitte. Deloitte. ഓ ഡെലോയിറ്റ് ആയിരുന്നു. അല്ല ഈ സിൽക്ക് ജുബ്ബ ആരാ? നിങ്ങളെ തന്നെ. നിങ്ങൾ ചോദിച്ചതുപോലെ സോഫ്റ്റ്വെയർ പയ്യൻ ഇതായിരിക്കുന്നു. അമ്മാവാ അങ്ങോട്ട് നോക്ക് ആരാ വരുന്നെന്ന്. നീ ഇപ്പൊ എന്തിനാടാ ഇങ്ങോട്ട് വന്നേ? പേടിക്കണ്ട മാമ, കല്യാണം ക്യാൻസൽ ആയെന്ന് പറഞ്ഞ നിങ്ങൾ എന്റെ മാമനല്ലാതാവോ? അവളെന്റെ മോറപ്പെണ്ണാവാതിരിക്കുവോ? വന്നിരിക്കുന്ന ചെറുക്കൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് എന്റെയും കൂടെ കടമയല്ലേ. ടെസ്റ്റ് ചെയ്ത് നോക്കാനാ വന്നേ. അമ്മാവാ ഇവൻ പറയുന്നത് ശരിയാ, നിങ്ങൾ ഒന്നും പേടിക്കണ്ട. ഇവൻ ചോദ്യം ചോദിക്കുമ്പോഴേ അവര് ഓടിപ്പോകാതെ ഞാൻ പുറകെ പിടിച്ചു വെച്ചോളാം. നീ നടന്നേ. ഇരിക്കമ്മാവാ. ഹായ്, ഐ എം ചൈതന്യ. ഹായ്, ദിസ് ഇസ് ദിവാകർ. ഹാർഡ്വെയർ പോലെ കാണുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഓ, ഞാൻ നിങ്ങളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കട്ടെ? അല്ല, നിങ്ങളാരാ? മാവനാ. ഓക്കെ, നോ പ്രോബ്ലം, പ്രൊസീഡ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് ആവശ്യമുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാ? ലക്ഷക്കണക്കിന് സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടാവണം. എന്താ ഡാഡി? നന്നായിട്ട് തന്നെ പിന്നെ അല്ല. ലോകത്തിൽ ഇത്രയും പ്രൊഫഷണൽസ് ഉള്ളപ്പോൾ എന്തിനാ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവണ്ടേ എന്ന്? എന്താ ബ്രോ, ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആകുന്നതിന് മുമ്പ് ഞാനൊരു ജെറോക്സ് ഷോപ്പിലാണ് ജോലി ചെയ്തത്. സോഫ്റ്റ്വെയർ ജോബ് കിട്ടിയതിന് ശേഷം ആ ജെറോക്സ് ഷോപ്പിലുള്ള പേപ്പേഴ്സ് ഒക്കെ ഡബിൾ ജെറോക്സ് ഇട്ടിട്ട് രാത്രി മുഴുവൻ ഞാൻ തന്നെ ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കും. അതിൽ C++, ജാവ, വൈവ, മിയ മൽഗോവ, അതിലുള്ള എല്ലാ സോഫ്റ്റ്വെയർസും പഠിച്ച് ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയി. കൂൾ കൂൾ ബ്രോ. അപ്പോ ജെറോക്സ് ഷോപ്പിൽ നിന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് മാറിയിരിക്കുക. ശരി, അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ ഡിഗ്രി ഒറിജിനൽ ആണോ ജെറോക്സ് ആണോ? ഓഫ് കോഴ്സ് ഒറിജിനൽ. എന്താ നിനക്ക് ജെറോക്സ് വേണോ? ഡാഡി ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ നിന്നെ കല്യാണ ചെറുക്കനായിട്ട് എന്തിനു സെലക്ട് ചെയ്യണം? കാരണം നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനല്ലേ ആവശ്യം. ഡാഡി എങ്ങനെ തകർത്തല്ലേ? ശരി, നിന്റെ പ്ലാറ്റ്ഫോം എന്താ? മൈ വർക്കിംഗ് പ്ലാറ്റ്ഫോം ഇസ് HP 001. HP 001ഓ? ഇതൊക്കെ മനസ്സിലാവണമെങ്കിൽ ഒരു മിനിമം ഡിഗ്രി വേണം ഡൂഡ്. എന്താണ് ഡിഗ്രിയെ കുറിച്ച് പറയുന്നത്? അതേ അമ്മാവാ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. നീ എന്തിട്ടാ എഴുതണേ? അദ്ദേഹം ലക്ഷം സമ്പാദിക്കാനുള്ള മാർഗം പറഞ്ഞു തരല്ലേ, അതാ എഴുതുന്നത്. അയ്യോ, നെവർ ബിഫോർ എവർ ആഫ്റ്റർ. ഞാൻ കല്യാണം നിർത്തിയ ഇവൻ എന്റെ അടുത്ത് സോറി പറയാതെ ഇവൻ എങ്ങനെ കല്യാണം കഴിക്കും? ഞാൻ സമ്മതിക്കുന്നവര് ഈ കല്യാണം ഒരിക്കലും നടക്കൂല. സോഫ്റ്റ്വെയർ ഒരിക്കലും സോറി പറയില്ല, അറിയോ? ഹാർഡ്വെയർ ഉള്ള ഒരു ബൾബ് പൊട്ടിക്കും, അറിയോ അവർക്ക്? ഇന്നലെ വലിയ ആളെ പോലെ തീരുമാനം പറഞ്ഞതല്ലേ ഇവന് ക്ഷമ ചോദിപ്പിക്കാന്ന്. ഈ സാധാരണ എന്താന്ന് വെച്ചാ ഈ ജാവ കടനെയും കൊണ്ടുവന്ന് പെണ്ണ് ചോദിപ്പിക്കുക. അപ്പൊ ഞാൻ ജോക്കറാ? അല്ല, ജോക്കറാന്നാ ചോദിക്കുന്നേ. ഇതായിരിക്കുന്ന ഈ വലിയ മനുഷ്യൻ എന്റെ വീട്ടിൽ വന്ന് കല്യാണം നിർത്തി കഴിഞ്ഞാൽ ആര് വേണമെങ്കിലും എന്റെ മകളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞതാ. ഈ ചൈതന്യം എന്തെന്ന് വെച്ചാ നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കല്യാണം നിർത്തിയെന്ന് വെല്ലുവിളിക്കുക. ഇവിടെ എന്താ സംഭവിക്കുന്നേ? മതി, നിർത്ത്. അങ്കിൾ, എനിക്ക് നിങ്ങളുടെ മോളെ കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടു. ഈ കല്യാണം എങ്ങനെയായാലും നടത്തണം. ഈ ഫോർമാലിറ്റീസും സെന്റിമെന്റ്സും എനിക്ക് ഒരു ആവശ്യമില്ല. 19-ാം തീയതി ഞങ്ങളുടെ മോളെ കൂട്ടിട്ട് അമ്പലത്തിലേക്ക് വരൂ. അമ്പലത്തില് കല്യാണം, കഴുത്തില് താലി, ഫസ്റ്റ് നൈറ്റ് ബാലി. എന്താ ഡാഡി? വാ പോകാം. കൈയോട് മാറി നിൽക്കേ. നല്ല ചെക്കനാ. അതെ, എന്താ? എന്റെ മനസ്സ് തീരെ ശരിയല്ല. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ചേട്ടന്റെ വീട് വരെ പോയിട്ട് വരട്ടെ. ശരി, നീ വിഷമിക്കാതിരിക്കെ. വിധിച്ചതല്ലേ നടക്കൂ. എല്ലാം നമ്മുടെ മോന് വേണ്ടിയല്ലേ. നീ പോയിട്ട് വാ, ചെല്ല്. ഹേയ് സീനു മാമ, എന്താ കണ്ടിട്ടും കാണാത്ത പോലെ പോകുന്നേ? ചേട്ടാ, ദേ അവൻ. നിങ്ങളുടെ മോളെ പെണ്ണ് കാണാനായിട്ട് വന്നെന്ന് കേട്ട്. എപ്പോഴാ കല്യാണം? അവനൊക്കെ ഒരു കല്യാണക്കാരനാണ്, കർഷകനാത്രേ. അതൊന്നും നമുക്ക് ശരിയാവില്ല. അതുകൊണ്ടാ സോഫ്റ്റ്വെയർ തപ്പി ഇറങ്ങിയിരിക്കുന്നത്. ഓ, അങ്ങനെയാണോ? അപ്പൊ അവനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇഷ്ടപ്പെടുന്ന വരെ നോക്കും, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തന്നെ നോക്കും. അപ്പൊ സോഫ്റ്റ്വെയർ ചെറുക്കനെ കിട്ടുന്നത് വരെ നിങ്ങൾ തേടിക്കൊണ്ടേ ഇരിക്കുമെന്ന്, അങ്ങനെയല്ലേ? ജീവിതത്തിൽ കഷ്ടപ്പെട്ടവർക്ക് അനുഭവത്തെ കുറിച്ച് പറയാൻ പറ്റൂ. ഒരു അനുഭവമില്ലാത്ത ആൾക്കാര് കൊറേ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയും, ദിവനെ പോലെ. ഡോ സീനു മാമ, അവരോട് പറഞ്ഞേക്ക്, വീട് മൊത്തം ട്രംപ്, ഗേറ്റ്സ്, പിച്ചൈ, മസ്ക് ഇവരുടെയൊക്കെ ഫോട്ടോ മാത്രം വെച്ചാ പോരാ.
അവർക്ക് വേണ്ടി ജോലി ചെയ്യണം. ഇപ്പൊ ഞാൻ അവർക്ക് പോലും ഭക്ഷണം തരുന്ന ജോലിയാ ചെയ്യുന്നേ. അങ്ങനെയാണെങ്കിൽ ഇത് മനസ്സിലാക്കാൻ പറ. ഞാൻ പറഞ്ഞത് അവന് മനസ്സിലായില്ലെന്ന് പറ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ഒരു നേരം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് നേരം ഉണ്ടാവില്ല. അവർക്ക് വേണ്ടി ജോലി ചെയ്യാന്ന് ഈ കൃഷിക്കാരൻ. അവർക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. നിർത്തി ചേട്ടാ, എന്റെ മോളെ സോഫ്റ്റ്വെയറുകാരന് കൊടുക്കണോ അതോ കൃഷിക്കാരന് കൊടുക്കണോ എന്നും അറിയുന്നില്ല എനിക്ക്. അതുകൊണ്ടല്ലടാ മിണ്ടാണ്ട് ഇങ്ങോട്ട് നടക്കാൻ പറഞ്ഞത്. നീ കേട്ടാ, ഇനിയും വൈകിയ ആ ചെക്കനെയും കിട്ടില്ല. അയ്യോ വേണ്ട, വന്നട്ടെ വന്നട്ടെ വന്നട്ടെ. നടക്കണ്ട് അനുഭവം പറയാൻ വന്നേക്കണ്. എടാ ചൈതന്യ, നിന്റെ കയ്യിൽ ആ ജോലി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ നിന്റെ കാല് പിടിച്ച് അവളെ കെട്ടാൻ പറഞ്ഞനെ. കണ്ടില്ലേ ഇപ്പൊ എന്താ പറ്റിയെന്ന്? നീ എന്തിനാ ആ ജോലി വെറുതെ വേണ്ടാന്ന് പറഞ്ഞേ? മുത്തശ്ശ, മുത്തശ്ശ, വാടാ കൊച്ചുമോനെ, ഇപ്പഴാ വരുന്നേ അല്ലേ? എന്നാ അമ്മ നിനക്ക് കൊടുക്കാനായിട്ടെന്നും പറഞ്ഞ് തുണി തന്നു വിട്ടിരിക്കുക. കല്യാണത്തിൽ ഇത് മാത്രമേ ഇടാൻ പാടുള്ളൂ വീണ്ടും വീണ്ടും പറഞ്ഞേ. എനിക്ക് എന്തിനാടാ ഇതൊക്കെ? എന്റെ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ല. കല്യാണത്തിൽ നീ വേണം ഒരു മുതിർന്ന സ്ഥാനത്ത് നിന്ന് എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കാനായിട്ട്. അല്ല മുത്തശ്ശ, ഈ കല്യാണത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് ശിവാജി ചേട്ടനെ വിളിച്ച് എപ്പോഴും ബിസി ആണല്ലോ. അവൻ എപ്പോഴാ വെറുതെ ഇരുന്നിട്ടുള്ളത്? എനിക്ക് തന്നെ വല്ലപ്പോഴേ ഫോൺ ചെയ്യുള്ളൂ. അതും 2 മിനിറ്റ് മാത്രം സംസാരിക്കും. ആ 2 നിമിഷത്തിൽ തന്നെ നീ എവിടാ ഉള്ളത്, നീ ഭക്ഷണം കഴിച്ചോ, എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ ചോദിച്ചറിയണം. വേറെ വഴിയില്ല. സോഫ്റ്റ്വെയർ ജോലി, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലേ? അപ്പോ ചേട്ടൻ നിന്നെ അങ്ങോട്ടൊന്നും ക്ഷണിച്ചിട്ടില്ലേ? ക്ഷണിച്ചിരുന്നു, 2-3 തവണ പറഞ്ഞിരുന്നു. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. ഈ നാടിനെയും നാട്ടുകാരെയും ഒക്കെ വിട്ടിട്ട് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അവനും ജോലി കളഞ്ഞിട്ട് വരാൻ പറ്റില്ലെന്ന് നീ പറഞ്ഞു. ഒന്നിനും വിഷമിക്കണം മുത്തശ്ശ, ഞങ്ങളൊക്കെ ഇല്ലേ? അവൻ പഠിക്കണമെന്ന് പറഞ്ഞപ്പോ എന്റെ 2 ഏക്കർ നിലമാ ഞാൻ വിറ്റത്. ഉപരിപഠനത്തിന് പോണോന്ന് പറഞ്ഞു. ഞാൻ വീടിനെയും പണയം വെച്ചു. സങ്കടമൊന്നുമില്ല, എല്ലാം അവന് വേണ്ടി ചെയ്തിട്ട് ഇപ്പൊ അവൻ എന്റെ കൺമുമ്പിലില്ല എന്ന് പറയുമ്പോ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അവന്റെ സന്തോഷത്തിനൊരു തടസ്സമാവണ്ടെന്ന് കരുതി ഒന്നും ആലോചിക്കാതെ ഞാൻ അവനെ വെളിനാട്ടിലേക്ക് അയച്ചു. അതിലും എനിക്ക് സങ്കടമില്ല. എനിക്ക് വയസ്സായിക്കൊണ്ടിരിക്കുക, കാട് വാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അവനും വളരെ ദൂരത്തും. മരിക്കണതിന് മുമ്പ് അവനെ കാണാൻ പറ്റുമെന്നും കൂടി അറിയില്ല. മകൻ വളർന്നെന്നും പറഞ്ഞ് സന്തോഷിച്ചിരിക്കുമെന്നാണ് ഞാൻ കരുതിയത് മുത്തശ്ശ. നിന്റെ ഉള്ളിൽ ഇത്രയും വിഷമമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. അന്ന് ഞാൻ മുത്തശ്ശനെ കണ്ടപ്പോ എനിക്ക് എന്റെ അച്ഛനെ അമ്മയെ കണ്ട പോലെ ഉണ്ടായിരുന്നടാ. എവിടെയോ ദൂരം നല്ല സ്ഥാനത്താണെന്നുള്ള സന്തോഷത്തിനെ കാട്ടിലും തൊട്ടടുത്തില്ലല്ലോ എന്നോർത്തുള്ള വിഷമമാണ് കൂടുതൽ എനിക്ക് മനസ്സിലായടാ. അതിനെ ഞാൻ അവരുടെ കൂടെ തന്നെ ഇരിക്കാൻ തീരുമാനിച്ചേ.